അപ്പതാ ഞങ്ങൾ റെഡിയായി. നസീവ ദേഷ്യത്തിൽ അവളെ അപ്പ പോയ ദേഷ്യത്തിലാ. നസീബു ഏതായാലും പറ്റില്ല. ആ ഇന്റെ വക എടുത്തോ. അടിപൊളി. ഇവിടെ വന്നാ ഇത് തരാൻ പറ്റൂല കേട്ടോ. സിംബയുടെ സിംബുന്റെ ഐസൂട്ടിന്റെ സിംബ ഇവിടെ. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് ഞാനുള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ, കോഴിക്കോടാണ്. അപ്പം ഞങ്ങൾ ഇന്നലെ രാത്രി എത്തിയിട്ടുണ്ട്. അപ്പം ഇന്ന് മുതൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ജീവുവിനാണ് കാണിക്കുന്നത്. ജീവു നല്ല ഉറക്കിലാണ് കേട്ടോ. ബാസിക്കാക്ക് എഴുന്നേറ്റ് പോയി. അപ്പം ജീവു നല്ല ഉറക്കിലാണ്. അപ്പം ഇന്നുള്ള ഡേ ഇൻ മൈ ലൈഫ് ഞാൻ കാണിച്ചു തരാം. ഞാൻ പോയിട്ടൊന്ന് ഫ്രഷൊക്കെ ആയിട്ട് വരാം. ജീവു നല്ല ഉറക്കില്ല. ജീവുവിന് 2-3 മുഖത്ത് ഓരോരോ വെട്ടും കുത്തൊക്കെ ഉണ്ട്. ഭയങ്കര കുരുത്തക്കേടായതുകൊണ്ട് പിന്നെ അവളെ കാല് ഉറക്കി നല്ലുള്ളൂ. അപ്പം അതിൻ്റെ ആ കാല് വേഗം സ്ലിപ്പായിട്ടുള്ള വീണുകൊണ്ട് പിന്നെ എനിക്ക് നല്ല ജലദോഷം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ പോയിട്ട് ഒന്ന് ഫ്രഷായി പല്ലൊക്കെ തേച്ച് ചായയൊക്കെ കുടിക്കട്ടെ. അപ്പോഴത്തേക്ക് ബാസികാക്കും ചായ കൊടുക്കട്ടെ. അപ്പം ഞാൻ ഫ്രഷൊക്കെ ആയി ചായയൊക്കെ കുടിച്ചു. ഇനി ഞാനും ബാസിക്കാക്കും ജീവയും മാമനും ഐസൂട്ടനും കൂടി ഒന്ന് കോഴിക്കോട് വരെ പോവാണ്. ബാസിക്കൊക്കെ കുറച്ച് ലൈറ്റ് കാര്യങ്ങളൊക്കെ മേടിക്കാറുണ്ട് കേട്ടോ. ഇത് ജീവാപ്പു ഇടിച്ചിട്ടുണ്ട്. ജീവാപ്പു കയറിക്കേ. അപ്പോൾ ഇനി ഞങ്ങൾ കോഴിക്കോടൊക്കെ പോയിട്ട് വരാം. അല്ലേ ജീവു? ജീവു ഇപ്പം ജീവു എണീച്ചിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഓളെ കുളിപ്പിച്ചിട്ട് വേണം എനിക്ക് പുറത്ത് പോകാൻ. എനിക്ക് എന്താണെന്നറിയില്ല, 2-3 ദിവസമായി എനിക്ക് ജലദോഷമൊക്കെ പിടിച്ചിട്ട് എന്തോ പനിൻ്റെ ലക്ഷണം ഉണ്ടാവും. പത്തുമ്മ ബാ. അപ്പം ഇനി ഞാൻ ഓളെ പോയി കുളിപ്പിച്ചിട്ടൊക്കെ വരാം കേട്ടോ. അപ്പോൾ എല്ലാ ദിവസമുള്ള ചടങ്ങ് നമ്മളെ നെന്നുവിനെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ കേട്ടോ. സുന്ദരിയൊക്കെയാണ്, ഒരു രക്ഷയില്ല. ഈ എയർ ബാൻഡ് ഇട്ട് നന്നായി. കാരണം ഇത്രയും കാലം എല്ലാവരും വിചാരിച്ചു ഈ ആൺകുട്ടിയാണ്. എന്തെങ്കിലും ഒന്ന് തിരിച്ചറിയണം എല്ലാവരും. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സാധനം വെച്ചത്. ഇവള് പെൺകുട്ടിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള അടിപൊളി യൂണിഫോം കേട്ടോ. എന്നാ ബൈ. പോയി. അപ്പോൾ ഗൈസ് ഞാനങ്ങനെ എന്താ പറയുക കോഴിക്കോട് എത്തിയിട്ടോ. കോഴിക്കോടിൽ ബാസിക്കാക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ബാസിക്കാക്ക് കുറച്ച് പർച്ചേസിങ് ഉണ്ട്. ഷോപ്പിലേക്കുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കാലിക്കറ്റിൽ വന്നതാണ്. അപ്പം മാമനും ബാസിക്കാക്കും പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ വാങ്ങാൻ വേണ്ടിയിട്ട്. കാറിൻ്റെ ഉള്ളിൽ ഞാനും എൻ്റെ ജീവുമ്മയും പിന്നെ ഐസുക്കുട്ടനും ഉണ്ട്. ഐസുക്കുട്ടന് ഇതാ ഒറ്റക്കായിട്ട് ഭയങ്കര സങ്കടമുണ്ട് ഫർജുനെ കാണാനായിട്ട് അല്ലേ? ഐസുക്കുട്ടന് മാമനും മൂത്താപ്പി എന്തൊക്കെ വാങ്ങാൻ പോയത്? ലോറി വാങ്ങും, നമ്മളെ JCB വാങ്ങും, ചോക്ലേറ്റ് വാങ്ങും. ഇണങ്ങിയിരിക്കുകയാണ് എന്റെ ജീവാപ്പു. ആണെങ്കിൽ എടുങ്ങാറാക്കുക അതിനെ പോയിട്ട്. എനിക്കെന്താ ജീവു ഐസൂട്ടൻ എന്താ ജീവാനെ വിളിച്ചല്ലേ? ജിംബയുടെ ജീവുന്റെ ഐസൂട്ടന്റെ ജിംബ ഇവിടെ. അപ്പൊ ഗൈസ് നമ്മളെ അങ്ങനെ ഇപ്പൊ ഞാൻ തിരിച്ചു പോട്ടെ കേട്ടോ. ജീവൻ എപ്പോഴും ഐസൂനെ അങ്ങനെ വർപ്പിച്ചുകൊണ്ടാണ്. ഐസൂനെ മുട്ടായി എടുത്തിട്ട് വലിച്ചെറിഞ്ഞു. കുരുത്തക്കേടാണ് ഇപ്പൊ. നിങ്ങളിത് കാണണം. ജീവന്റെ കുരുത്തക്കേട് നിങ്ങൾ കാണണം. എന്താണ് ഐസുക്കാക്ക് പാവല്ലേ? ഐസുക്കാക്ക് പാവല്ലേ? അടി കിട്ടു ശിവാനെ കിട്ടാ. സ്നേഹിക്കും നല്ലോണം രണ്ടാളും. കുരുത്തക്കേടോ അത് അപ്പുറത്തുണ്ട്. നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലൊക്കെ എത്തി. വീട്ടിലെത്തിയിട്ട് ബാസിക്കാക്ക കൊറേ ടോയ്സ് വാങ്ങിക്കൊണ്ടുവന്നിരുന്നു കേട്ടോ. അതൊക്കെ രണ്ടാളും കൂടി. എവിടെ എസ്ലിൻ? എവിടെ എസ്ലി? ഇത് കുഞ്ഞാപ്പു കണ്ടില്ലേ? കുഞ്ഞാപ്പു ജീവുമ എന്താണ് പിടിച്ചേ? ഓരോന്ന് അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മളൊന്ന് പുറത്ത് പോവാണ്. പുറത്തെന്ന് പറയണ ഒന്ന് മലപ്പുറം വരെ പോവാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൊച്ച് ബാസികാക്ക തിരിച്ചു പോയി, വീട്ടിലേക്ക് പോയി. ഷോപ്പിൽ നല്ല തിരക്കാണ് പറഞ്ഞപ്പോൾ ബാസികാക്ക രാവിലെ തന്നെ പോയിക്കണം.
കോഴിക്കോട് നിന്ന് വന്നതിൻ്റെ ശേഷം തന്നെ ബസ്സിലൊക്കെ നേരെ അങ്ങോട്ട് പോയി അവിടെ നിൽക്കാൻ. അത് കഴിഞ്ഞപ്പം ഫർജുനോട് പറഞ്ഞു നമുക്കൊന്ന്, അതായത് ഞാൻ ഹെയർ ഫേസൊക്കെ സെറ്റ് ചെയ്യുന്ന ക്ലബ് ഡേയിലല്ലേ, അപ്പം മലപ്പുറത്ത് അവിടെ ഒന്ന് പോകണം എന്ന് പറഞ്ഞ് ഫർജുന് ഒന്ന് ഹെയറൊക്കെ ഒന്ന് സെറ്റാക്കാനാണ്, പിന്നെ ഫേസും. പിന്നെ ഞാനും കുറേ ദിവസമായി തിരക്കിലായിട്ട് ഞാനൊന്നും ശ്രദ്ധിക്കാറില്ലേനും. അപ്പോൾ ജീവ് കട്ടുമലുണ്ടാകാൻ ഞാൻ അടുക്കത്തെ നോക്കണേ, സൗണ്ടൊന്നുമില്ല. അപ്പം അതൊക്കെ ഒന്നൊന്ന് റെഡിയാക്കണം. അപ്പം ഉമ്മയും ഫർസും ഞാനും ആഷിപ്പോൾ വരാമെന്ന് പറഞ്ഞ്. അപ്പോൾ ബാസികാകൻ്റെ കൂടെ പോയാൽ തിരിച്ച് ഞങ്ങൾക്ക് വരാൻ പറ്റില്ലല്ലോ. അപ്പം ആഷിൻ്റെ കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, എൻ്റെ ജീവാന അവിടെ എന്തൊക്കെയോ പരിപാടികൾ നടത്തുന്നുണ്ട്. അപ്പം ഞാൻ ജീവനെ മാറ്റിക്കട്ടെ കേട്ടോ. അപ്പം അതാ ഞങ്ങൾ റെഡിയായി. നസീവ ദേഷ്യത്തില, അവളെ അപ്പ പോയ ദേഷ്യത്തില. നസീബു ഒന്നും കൂടെ നോക്കി അത് കഴിച്ചതാണ് ആച്ചി. കുരുത്തക്കേട് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കുരുത്തക്കേട്. എന്താ കരിയില കുറിച്ച ജീവ അല്ല എസ്ലിനെ ഒന്ന് കൈ കൊടുക്കാൻ ആ അനക്കിപ്പ എന്റെ അറിയലുണ്ടാവില്ല, ഒക്കെ കഴിയല്ലോ. അതെ 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 അതെ, എന്റെ തറവാട് ഇവിടുന്ന് ഞാൻ പോവല്ലോ. എന്താണ് ജീവ ഒരുതണില്ല, അവിടെ പിടിച്ചൊക്കെണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ഹെയറിൽ കുറച്ച് ട്രാൻഡ്രഫ് പിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഹെയർ ശ്രദ്ധിക്കാനായിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് ഫർജുണ്ട്, ഇമ്മണ്ട്, എല്ലാവരും കിട്ടാം. ഗൈസ് ഞാനങ്ങനെ ഹെയറൊക്കെ ഒന്ന് സെറ്റാക്കി. ഹെയർ സെറ്റാക്കിയിരുന്നില്ല, ഡാൻഡ്രഫിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അത് ഞാൻ മാസം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാസിക്കാക്ക വന്നപ്പോൾ എനിക്ക് വീട്ടിൽ പോയിട്ട് മറ്റന്നാൾ എനിക്ക് കുറച്ച് സൽക്കാരുണ്ട്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ബാസിക്കാരുടെ വീട്ടിൽ ചെന്നിട്ട് എനിക്ക് ഡ്രസ്സൊക്കെ എടുക്കാണ്ട്, എൻ്റെ ജീവൻ്റെ പുതിയ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് പോയി എടുത്തു. ഷോപ്പിലൊക്കെ കയറി പപ്പനെയും ഉമ്മനെയൊക്കെ ഒന്ന് കണ്ടു. അപ്പം തിരിച്ച് സലൂണിലൊക്കെ പോവാണ്. ചെമ്മയും ഫർസും ആഷൊക്കെ അവിടെ ആണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ കഴിഞ്ഞിട്ടുണ്ടോ തോന്നുന്നു. പിന്നെ എനിക്കൊന്ന് ത്രെഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇൻഷാല്ല പറ്റുകയാണെങ്കിൽ ഞാൻ ജീവന് എന്താ പറയുക ഐസൂട്ടനും നെന്നും ഒക്കെ തെറ്റിക്കണക്ക് പനിയായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഐസൂട്ടൊരു സോയമോക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാണ്ട്. അപ്പം നമ്മൾ വെൽക്കം വാഗിൽ ഫസ്റ്റ് ടൈമാണ് ഫർസ് പോണത്. അപ്പോൾ അവൾ കുറേ ദിവസമായി പറയണം ഒന്ന് വെൽക്കം വാഗിൽ പോകണമെന്ന്. അപ്പം ഇന്ന് പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ വെൽക്കം വാഗിൽ പോകും. അപ്പം ജിവുവിന് പറ്റിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അപ്പം ഞാൻ പർച്ചേസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ വ്ളോഗ് ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ആക്കാം കേട്ടോ. അപ്പം ഞാൻ നേരെ ഉമ്മൻ്റെ അടുത്തേക്ക് പോട്ടെ. ഉമ്മക്ക് കാലിന് തീരെ പറ്റണില്ല. ഉമ്മൻ്റെ കാല് നല്ല കെട്ടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഉമ്മാക്കും ഫർസൂനും ആഷിക്കും കുറച്ച് എന്താ പറയുക, അതിലെന്തെങ്കിലും കരിമ്പ് ജ്യൂസൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്ഥിരം ഇവിടുന്നാണ് കരിമ്പ് ജ്യൂസ് വാങ്ങാറ്. അപ്പോൾ കരിമ്പ് ജ്യൂസൊക്കെ വാങ്ങിയിട്ട് കുപ്പിയിൽ കൊണ്ടുപോവാണ്. ജീവമ്മ പുറത്തിറങ്ങിയാൽ എല്ലാവരോടും ബെട വർത്താനം മാത്രമേ ഉള്ളൂ. കുപ്പായല്ല, ഇപ്പൊ നല്ല ചൂടല്ലേ പുറത്ത്, ഇപ്പൊ കുപ്പായക്കാരിയല്ല കേട്ടാ. ഗൈസ് ഞാനങ്ങനെ വെൽക്കം വാഗിലെത്തി. നമ്മളതാ മോൾക്ക് ഡ്രസ്സ് നോക്കാണ്, ജീവുവിന് ഡ്രസ്സ് നോക്കാണ്. പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമായിട്ട്. നോക്ക്, ഇതൊന്നും ഇപ്പൊ ജീവുവിന് പറ്റിയ പ്രായത്തിലുള്ളതല്ല. എന്റെ കുട്ടി വലുതായി. വെസ്ലിക്ക് ഇത് നല്ല രസമുണ്ട്. എല്ലാരും നല്ല ഉറക്കില്ലാട്ടോ ഗൈസ്. ഇതാ എനിക്ക് എന്തൊരു ഇഷ്ടമായിരുന്നു ഈ ഒരു മോഡൽ. എസ്ലിക്ക് ഇത് നോക്കിക്കാ, ഈ കളക്ഷൻ. ഇതിന്റെ റോസ് എടുത്തേ, ആ ഇതൊന്നും എടുത്തോ. ഇതിന്റെ ബാക്കിൽ ഒരു റോസ് ഉണ്ട്, ഇതാ തുറക്ക്, കണ്ടാ. എന്റെ ജീവന് ഏതായാലും പറ്റില്ല. ആ എന്റെ വക എടുത്തോ. കണ്ടാ ഇവ അടിപൊളി. എന്റെ ജീവമ്മക്ക് നോക്ക്, ഇതൊന്നും പറ്റൂല. ഇജ്ജെടുത്തോ. സ്വന്തം കട ആയതുകൊണ്ട് ഒക്കെ എടുത്തോ. ഐസൂട്ടിന് അവിടെ എന്താ പറ്റുക? ഞാൻ ചോദിച്ചോ എടാ, വെള്ളി ജുബ്ബ ഉണ്ടടാ നമ്മളെ പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ട് എന്റെ കുട്ടിക്ക് ഒന്നും കിട്ടണില്ല. ഈ ഒരു മോഡല് ഭയങ്കര ഇഷ്ടായിട്ടോ. നല്ലൊരു വെറൈറ്റി മോഡല്, കൊറേ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഇതൊക്കെ വേറെ പിന്നെ നമ്മളെ കുട്ടികളെ വലിയ ആൾക്കാരെ
ഒന്ന് സീവൂന് എടുക്കണം. ഇത് കോട്ടൺ അല്ലടാ ഉണ്ടോ? ഇതൊക്കെ അപ്പൊ സീവു ഇടലിട്ടാ. നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ഫംഗ്ഷൻ ഒക്കെ പോകണമെന്നുണ്ട്. ഇത് സീവൂന് ഇതിന്റെ വേറൊരു മോഡൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു, വേറെ ഷെയ്ഡ്. ഇത് നല്ല അടിപൊളി മോഡലാട്ടോ. ഇത് സീവൂനുണ്ട്, ഇതിന്റെ റോസ് കളർ. ഈ ഒരു കളർ ഇന്ന് ഞാൻ എടുത്ത് കാറിൽ വെച്ചിക്കണേ. അപ്പൊ നമ്മളിനി നെന്നൂസിന് ഒരു ടീഷർട്ട് നോക്കാൻ വിചാരിച്ചു. നെന്നു പിന്നെ പെൺകുട്ടിയാണെങ്കിൽ നമ്മൾ ആൺകുട്ടിയുടെ ഡ്രസ്സാണല്ലോ ഇടല്. അപ്പൊ എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ലൊരു ക്ലോത്തും നല്ലൊരു മോഡലും ആണ്. ഇത് 5 വയസ്സില്ലടാ, 5 വയസ്സിന്റെ 1 to 5 ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനിത് നെന്നൂന് എടുക്കാൻ വെച്ചു. പിന്നെ അന്നൂസിന്റെ സെലക്ഷൻ ഇവിടെ ഇല്ല. ഇനി ബാക്കിയൊക്കെ നമ്മളെ ഐസൂനൊക്കെ പറ്റിയ ഒരു മോഡൽ. ഐസൂന്റെ അല്ലല്ലോ ഇതിൽ. ഇതെത്ര? കൊറേ ഞാൻ വീഡിയോയില് പറഞ്ഞ് മടുത്തിക്കണ്. ഇത് പിന്നെ കോഡ് സെറ്റ്, അവന് ഒരുപാട് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് പുതിയ റീസ്റ്റോക്ക് വന്നല്ലേ. അപ്പൊ ഇതൊന്ന് ഐസൂന് എടുക്കാൻ വിചാരിച്ചു. കാരണം ഇത് സിംബാബ്വേന്റെ അടുത്തൊന്നും ഉണ്ടായിരുന്നു. യെസ്, ഇത് നല്ല മൂവിങ് ഇല്ലേ പറഞ്ഞോ. അപ്പൊ നമ്മള് ഇതൊന്നും എടുത്തു. നെന്നൂന് ഇതൊന്നും എടുത്തു. യെസ്, ഇതൊന്ന് സെറ്റ് ആക്കാം. ഇതിന്റെ മുന്നത്തെ വീഡിയോയില് എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡൈപ്പർ കേട്ടോ. ഓക്കെ, ഇത് എവിടുന്നാ വാങ്ങിയത്? ഇത് ഞാൻ വാങ്ങിയത് വെൽക്ക വാഗൻ. ഒക്കെ വെൽക്ക വാഗൻ ആണെന്നൊന്നും പറയാതെ കാണാം. ഒക്കെ വെൽക്ക വാഗനാണ്. ഇവിടെ ഇല്ലാത്തൊരു സാധനങ്ങളില്ല. ഇതില് 2 പീസ് ഉണ്ടാവും കേട്ടോ. അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. നല്ല യൂസ് ചെയ്യാൻ പറ്റും നമുക്ക്. കുട്ടികൾക്ക് എവിടെയെങ്കിലും പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഓക്കെ, അപ്പൊ വേണ്ടവര് ഇൻസ്റ്റാഗ്രാമിലുണ്ട്, വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കാം, മെൻഷൻ ചെയ്യാം. അപ്പൊ ഞാൻ നെക്സ്റ്റ് സാധനങ്ങളൊക്കെ കാണിച്ചു കേട്ടോ. അപ്പൊ ഗൈസ് പറയട്ടെ, ഗൈസ് ഇവിടെ വന്നാ ഇത് തരാൻ പറ്റില്ല കേട്ടോ. കുട്ടികളെ മൊത്തം എടുക്കാവും ഇത് മതി. അപ്പൊ ഞാൻ കുറച്ച് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കാണിച്ചുതരാം. ഞാൻ ഫസ്റ്റ് ഫർസൂന് ഇഷ്ടമായി കേട്ടോ ഈ കോഡ് സെറ്റ്. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും യൂസ് ചെയ്യാം, ആൺകുട്ടികൾക്കും യൂസ് ചെയ്യാം. തൽക്കാലത്ത് കുറച്ച് ദിവസം നിങ്ങൾ ചെയ്തു ആൺകുട്ടികളാകാം. പിന്നെ ഓൾക്ക് ഷോക്സ് എടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഓൾക്ക് ടവൽ അതിന്റെ ഓളെ കർച്ചീഫ് ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായത്, അതായത് ഇപ്പൊ കോട്ടൺ ആണ് നല്ലത്. ഇപ്പൊ ചൂടൊക്കെ അല്ലേ, ഓൾക്ക് ഇങ്ങനെ കുത്തുന്ന ടൈപ്പ് ഒന്നും ഇഷ്ടമല്ല. നയിച്ച് പോയിക്കാം, പോയാ മാമി മോളും കൂടി പോയിക്കാം. പിന്നെ ഞാന് ഷൂ എടുത്തിട്ടുണ്ട് കേട്ടോ. ഷൂ എടുത്തിട്ടുണ്ട്, കുറച്ച് ഇന്നർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇത് എത്ര വയസ്സ് വരണ്ടടാ? 3 വയസ്സ്. അതാ ശിവന്റെ ഒക്കെ ബെസ്റ്റിലാണുള്ളത്. പിന്നെ ഈ 3 ഡ്രസ്സാട്ടോ ഞാൻ എടുത്തത്. ഓക്കെ, ഇവിടെ പുതിയ നല്ല നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട്. പിന്നെ 4 കോഡ് സെറ്റ് ഒക്കെ 4. പിന്നെ ഞാന് പിന്നെ റാഷസിന്റെ ക്രീം എടുത്തിട്ടുണ്ട്. പിന്നെ ജീവന് ചീർപ്പ്, മുടി വരാത്ത ജീവന് എന്തിനാ ചീർപ്പ് ചോദിക്കും. എനിക്കിഷ്ടമാണ് അവൾക്ക് ചീർപ്പിനും കൂടെ വരാൻ, പക്ഷെ അവള് സമ്മതിക്കൂല. ഓക്കെ, കൊറേ എല്ലാരും ചോദിക്കണ്ടേ എന്താ വെൽക്കവാഗലിൽ പോവാത്ത, എന്താ വെൽക്കവാഗലിൽ പോവാത്തത്. വെൽക്കവാഗലിൽ പോയാലും ഞങ്ങൾക്ക് എന്റെ കൺഫ്യൂഷൻ ആണ് എന്തൊക്കെ എടുക്കേണ്ടത് അല്ലേ. അതെ അതെ. പിന്നെ പുതിയ നല്ല നല്ല കളക്ഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടില്ല. അപ്പൊ ഇൻസ്റ്റാഗ്രാമിലും പിന്നെ അവന്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ആക്കാം. ഫുള്ളായിട്ട് നിങ്ങൾക്ക് കളക്ഷൻസ് വാട്സപ്പ് ചെയ്ത് കൊറിയർ അയച്ചു തരുന്നതായിരിക്കും. ഇല്ലാത്തതുകൊണ്ട് മക്കളെ ക്ഷമിക്കാം, എന്റെ വോയിസ് ഒക്കെ പോയിരിക്കുകയാണ്. അപ്പൊ നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ബൈ.